ഹലോ, എന്താ വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. അപ്പോൾ വേറെ എല്ലാവരുടെ വിശേഷങ്ങളും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സന്തോഷം സമാധാനം കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് സുഖമല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരും കണ്ടോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവരെന്തായാലും കാണാണ്ടിരിക്കില്ല. അവർക്ക് എന്തെങ്കിലും കണ്ടൻറ് ഇട്ടിട്ട് വേണ്ട പൈസ ഉണ്ടാക്കാൻ. നമ്മളൊക്കെ വീഡിയോ ഇട്ടിട്ടല്ലേ അവർക്ക് കണ്ടൻറ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ ആ ജാസിന് എന്ത് കാര്യമുണ്ട്? അവന് എന്തെങ്കിലും ചെയ്തോട്ടെ. അവനല്ല ഇപ്പോൾ അവളാണ്, അവൾ തന്നെ. എന്താണ് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവളെ കല്യാണം കഴിക്കാനും ഇതാക്കാനൊക്കെ ആൾക്കാർ നിൽക്കണം. അവനെങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. അവൻ്റെ രീതിയിൽ കൂടി പോകണേന് നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം? നിങ്ങളാരെ ഇതൊന്നും എടുത്തിട്ടല്ലല്ലോ അവൾ ചെയ്യുന്നത്. അവളെ ഫോണ്, അവളെ ജീവിതം, അല്ലെങ്കിൽ അവളുടേതായ കാര്യങ്ങൾക്ക് ചെയ്യണം. അവരുടെ കുടുംബത്തിനില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ്? ഞങ്ങളൊക്കെ കണ്ടൻറ് വിറ്റിട്ട് വേണം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനില്ലേ? എന്ത് കാര്യമുണ്ട്? കുടുംബത്തിൽ പോയി ഖുറാനിരുന്ന് ഓത്, എന്നിട്ട് അള്ളാഹിനോട് പറയും ഖബറ് വിശാലാക്കി തരാൻ. ഈ പ്രായമുള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നോട് ചെക്കന്മാരൊന്നല്ല ഈ കമൻ്റ് ഇടുന്നത്. ഈ 80, 90 വയസ്സായ ആൾക്കാരാണ് അവരൊക്കെ അവരെ മക്കളെ പ്രായമുള്ള ആൾക്കാരോട് ഈ കമൻ്റ് വിടുന്നത്. അത്രയും ചീപ്പ് ആൾക്കാരാണ് അങ്ങനത്തെ വൃത്തികെട്ട കമൻറ്റുകൾ ഇടുന്നത്. കാരണം അവരെ വീട്ടിലൊക്കെ അവരങ്ങനെയാവും. അവരെ പിള്ളേരോടൊക്കെ സംസാരിക്കേ, അവരുടെ മക്കളോടും പേരക്കുട്ടികളോടൊക്കെ സംസാരിക്കുക അങ്ങനെ ആയിരിക്കും. ആ രീതിയാണ് നമ്മളടുത്ത് പെരുമാറുന്നത്. നമ്മളൊന്നും അങ്ങനെ കേട്ടില്ല. ഞങ്ങൾ ഉമ്മാടെ ഉമ്മാനായിട്ടൊക്കെ ഒരുപാട്, എൻ്റെ ഉമ്മാടെ ഉമ്മ 90 വയസ്സ് വരെ ജീവിച്ച് നല്ല ഇതിലാണ് ഞങ്ങൾ കളിച്ച് ചിരിച്ച് ജീവിച്ചിരുന്നത്. അത്ര ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നു അവരായിട്ട്. ഇതൊക്കെ എവിടെ കിടക്കണ ജാതിക്കുള്ളത്? നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഇങ്ങനത്തെ മറ്റുള്ളവരെ കണ്ടൻറ് വിറ്റ് പൈസ ഉണ്ടാക്കാൻ? ആ ജാസിനെ പറയും, ജാസി എങ്ങനെയും ജീവിച്ചോട്ടെ. അവർ സന്തോഷമായിട്ട് ജീവിക്കണം. അവരെണ്ടാവും സന്തോഷമായി ജീവിക്കണം. അവളെ വീട്ടിലേക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവളെ വിറ്റിട്ടും മറ്റുള്ളവരെ വിറ്റിട്ടൊക്കെ പൈസ ഉണ്ടാക്കുന്നതില്ല, നല്ലതല്ല. അത് തിന്നുമ്പോൾ കുറച്ച് വേദന ഉണ്ടാവും. എല്ലിൻ്റെ ഉള്ളിലേക്ക് തട്ടുമ്പോൾ നല്ല വേദന ഉണ്ടാവും. അങ്ങനത്തെ മറ്റുള്ളവരെ വിറ്റിട്ടുള്ള പൈസ തിന്നുമ്പോൾ. അപ്പോൾ അതൊന്ന് ഉളുപ്പുണ്ടെങ്കിൽ തിന്നരുതട്ടെ നിങ്ങൾ. ദയവ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങളാണത്. ഇത് കയറ്റി വരണ്ട നിങ്ങൾ. പറഞ്ഞാൽ മനസ്സിലായ? ആ തന്തമാരോടൊന്നേ വടിയും കുത്തി എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറയും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആ തന്തമാരൊക്കെ ഒരു മെസ്സേജ് അയക്കുക. അവരോടൊക്കെ ഒന്ന് കുടുംബത്തിൽ പോയി ഇരുന്നിട്ട് നാമം ജപിക്കാൻ പറയും. പറഞ്ഞാൽ മനസ്സിലായ? നാമം ജപിച്ച് ദൈവത്തിനോട് പറയാൻ പറയും. ഓരോ അസുഖങ്ങൾ ഇന്നും മനുഷ്യന്മാരൊക്കെ ഒലിച്ചു പോകല് കണ്ടില്ലേ? എന്നിട്ടും മനുഷ്യന്മാർ മനസ്സിലാക്കണില്ല വെച്ചാൽ മറ്റുള്ളവരെ വിറ്റ് കാശുണ്ടാക്കണം. എന്ത് കാര്യമുണ്ട്? ജാസിന് ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ പറയും ഇയാൾ സപ്പോർട്ട് എന്ത് സപ്പോർട്ട് ചെയ്യണേനെന്താ? നിങ്ങൾക്കൊക്കെ എന്താ സപ്പോർട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം? സപ്പോർട്ട് ചെയ്യും, ഇനിയും സപ്പോർട്ട് ചെയ്യും. ആരെന്താ ചെയ്യണമെന്ന് ഞാൻ നോക്കട്ടെ.